Hi friends, Computer and Mobile Tips YouTube ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് MD ഫോൾഡർ ക്ലീനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ ഫോണിൽ ക്രിയേറ്റ് ആകുന്ന MD ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോൾഡറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആൻഡ്രോയിഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഫോൾഡറുകൾ തിരഞ്ഞു പിടിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു സിമ്പിൾ ക്ലിക്കിൽ നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ആകുന്ന MD ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് MD ഫോൾഡറുകളും ക്രിയേറ്റ് ആകാറുണ്ട്. നമ്മൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ഫോണിൻ്റെ ഇന്റർണൽ സ്റ്റോറേജിൽ നിന്നും ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ MD ഫോൾഡറുകൾ ഡിലീറ്റ് ആകുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള MD ഫോൾഡറുകൾ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. 400 KB മാത്രം സൈസുള്ള ഒരു ആപ്ലിക്കേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്ലീനർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിന്ന് ഡിലീറ്റ് MD ഫോൾഡർ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള MD ഫോൾഡറുകളെല്ലാം തന്നെ ഒരു സിമ്പിൾ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, 135 MD ഫോൾഡറുകൾ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അത്രയും ഫോൾഡറുകൾ മൊത്തം ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇതേപോലെ ഡിലീറ്റ് MD ഫോൾഡർ എന്നുള്ള ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള MD ഫോൾഡറുകൾ ഈ ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് 0 MD ഫോൾഡർ എന്നാണ് ഇപ്പോൾ എഴുതി വന്നത്. രണ്ടാമത് ഞാൻ MD ഫോൾഡർ ഡിലീറ്റ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ MD ഫോൾഡറുകൾ ഒന്നും തന്നെ എൻ്റെ ഫോണിൽ അവശേഷിക്കുന്നില്ല. എല്ലാ ഫോൾഡറുകളും ഡിലീറ്റ് ആയി എന്നാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ചില ഓപ്ഷനുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോണിൻ്റെ ഇന്റേണൽ സ്റ്റോറേജിലുള്ള MD ഫോൾഡറുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് റൂട്ട് അക്സസിന്റെ ആവശ്യമില്ല. എന്നാൽ SD കാർഡിലുള്ള MD ഫോൾഡറുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ റൂട്ട് അക്സസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ SD കാർഡിലുള്ള MD ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ സൈസ് കുറഞ്ഞ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും MD ഫോൾഡറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ക്ലിക്കിലൂടെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.